എന്താ അതിന്റെ ആവശ്യം? പിന്നെന്തിനാ എന്റെ മുമ്പിൽ അച്ഛൻ ഇത്രയ്ക്ക് വലിയ നാടകം കളിച്ചത്? അച്ഛൻ ഒറ്റ ഒരാൾ കാരണം കല്യാണി ചേച്ചി എനിക്ക് നഷ്ടപ്പെട്ടത്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ചവരെ നാണം കെടുത്തിട്ടുണ്ട് ഞാൻ ചേച്ചി. എന്നോടുള്ള സ്നേഹം കൊണ്ട് ഒക്കെ സഹിച്ചില്ലേ ആ പാവം. ഇതിനൊക്കെ ഉത്തരവാദി അച്ഛനല്ലാതെ വേറെ ആരാ? ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു എന്നോട്? പറയാമായിരുന്നു, പക്ഷെ പേടിച്ചു പോയി അച്ഛൻ. കൂടപ്പറപ്പല്ലെന്നറിയുമ്പോ മനസ്സുകൊണ്ട് നീ അവളെ വെറുക്കുമെന്ന് പേടിച്ചുപോയി ഞാൻ. കഷ്ടം, അത്രയ്ക്ക് അച്ഛൻ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ? അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പടി കൂടി കൂടുതൽ സ്നേഹിച്ചേനെ ഞാൻ. ഇപ്പോഴും പഴയതിനേക്കാൾ ഇഷ്ടം കൂടുതലേ ഉള്ളൂ എനിക്ക്. ഇഷ്ടമുണ്ടെങ്കിലും ഇവിടുത്തെ സ്വത്തൊക്കെ കല്യാണിക്കും കൊടുക്കൂലേ ദേവൂമി? അങ്ങനെ ചെയ്യരുത് കേട്ടോ. ശാരദേ, നീ എന്തൊക്കെ പറയുന്നേ? അത് ശരി, അപ്പൊ അച്ഛന്റെ മനസ്സിലൊരു പാതായിരുന്നു അല്ലേ? എന്നെ അത്രയ്ക്ക് തരം താഴ്ത്തി കണ്ടുവച്ചു. വേണ്ട, എന്റെ മുമ്പിൽ വരാനുള്ള ഒരു യോഗ്യതയില്ല അച്ഛന്. ആർക്ക് വേണം അച്ഛന്റെ സ്വത്ത്? മാസം കിട്ടുന്ന ശമ്പളം അത്യാവശ്യത്തിനുള്ള ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ളത് വൃദ്ധസദനത്തിൽ കൊടുക്കാന് എനിക്ക് എന്തിനാ അച്ഛാ കാശ്? കൊടുക്കാൻ വില കുറഞ്ഞ 4 സാരി ഉള്ളതൊഴിച്ച് വട്ടപ്പൂജ എന്റെ കൈ. പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിക്കാമെങ്കിൽ എന്റെ കഴിഞ്ഞു പോയ കാലങ്ങളൊക്കെ അച്ഛൻ എനിക്ക് തിരിച്ചതാ. എന്റെ ചേച്ചി, എന്റെ കിച്ചുവിന്, എന്റെ മുഖത്ത് നഷ്ടപ്പെട്ടു പോയ ചിരിയെ മടക്കിത്താ. ഇങ്ങനെയൊക്കെ പറഞ്ഞ വിഷമിച്ചു പോവുള്ളൂ അച്ഛൻ. എന്നാലും ശ്രമിച്ചു നോക്കട്ടെ. കല്യാണി നിനക്ക് തിരിച്ചു തരാൻ പറ്റും അച്ഛന്. പിന്നെ കിച്ചു, നഷ്ടപ്പെട്ട ആ ചിരി പവിത്രനിലൂടെ മടക്കിയെടുത്തൂടെ നിനക്ക്? എല്ലാം അറിഞ്ഞുകൊണ്ട് ദേവുവിനെ സ്നേഹിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ദേവൂടെ അത് മനസ്സിലാക്കിയാൽ മതി. എല്ലാം അറിഞ്ഞിട്ട് സ്നേഹിച്ചതിന്റെ ത്യാഗം പറയാൻ മാത്രം എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഒരാളെ ഇഷ്ടപ്പെട്ടു, പക്ഷെ നിങ്ങളുടെ ഭാര്യയായതിനു ശേഷം പാതിരാത്രികളിലെ കട്ടുപിടിച്ച തണുപ്പായിട്ട് ഞാനിത് കൊണ്ടു നടന്നിട്ടില്ല. തണുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ വടക്കേ പറമ്പിലെ നീർച്ചാലിൽ കുളിക്കാൻ പോയിക്കൊണ്ടിരുന്നത് ഞാനും എന്റെ കല്യാണിയും കൂടിയാ. എന്ത് തണുപ്പായിരുന്നു വെള്ളത്തിന്. അവളിപ്പോ ഭാനുമതിയുടെ മോളായതുകൊണ്ടും ഇനി വരില്ലായിരിക്കും. നീ എന്താ നോക്കുന്നേ? അമ്മയ്ക്ക് 2 മക്കളും ഒരുപോലെയാ. നീ വന്ന കാലിൽ തന്നെ നിൽക്കാതെ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വാ. അമ്മ ആഹാരം എടുത്തു വെക്കാം. കണ്ടില്ലേ, ഒന്നും പുറത്തു പറയാത്തതിന് അച്ഛനെ കുറ്റപ്പെടുത്തിയില്ലേ നീ? ആയിക്കോളൂ, പക്ഷെ സത്യ പേടിയായിരുന്നു എനിക്ക്. കഥ പറഞ്ഞു വന്നിട്ടില്ലേ അച്ഛൻ? കുയിലിന്റെ കുഞ്ഞു വളരും തോറും പേടിയായിരുന്നു കാക്കയ്ക്ക്. ചിറക് മുളയ്ക്കുമ്പോ തിരിച്ചറിവാവുമ്പോ ഉപേക്ഷിച്ചിട്ട് പറന്നു പോവുമെന്ന്. പോയില്ലേ? എന്നെ വിട്ടിട്ട് വാസുദേവന്റെ മകനായില്ലേ കല്യാണി? അതെനിക്ക് സഹിക്കില്ലാത്തത് കൊണ്ട് ഒന്നും പറഞ്ഞില്ല ഞാൻ. പിന്നെ നീ പോലും അവളെ സ്വന്തം കൂടപ്പിറപ്പല്ലാതായി കാണുന്നത് എനിക്കിഷ്ടല്ലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞില്ല. പിന്നെ ഇപ്പൊ അകത്തേക്ക് പോയ നിന്റെ അമ്മയില്ലേ, അവളുടെ ബുദ്ധിഭ്രമം ബാധിച്ച് ഉറക്കമില്ലാതെ ഓടി നടക്കുന്നത് കാണാൻ ശക്തിയില്ലായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഒക്കെ മനസ്സിലൊതുക്കി ചത്തു ജീവിക്കായിരുന്നു ഞാൻ.
ഇനിയിപ്പോ എന്താ അച്ഛൻ വേണ്ടത്? എല്ലാവർക്കും വേണ്ടി മരിക്കണോ? ഒരു ബുദ്ധിമുട്ടുമില്ല അതിന്. തീരുമാനിച്ചിട്ട് പറഞ്ഞാ മതി. തയ്യാറാ അച്ഛൻ? എന്റെ മനസ്സ് പോലെയല്ല അച്ഛന്റെ മനസ്സ്. സമാധാനിപ്പിച്ചിട്ട് വേണം വരാൻ.